ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റിട്ട് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എനിക്കൊരു ചെറിയൊരു അപകടം പറ്റിയിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അപകടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതൊന്നുമല്ല, നല്ലൊരു ഭാഗ്യം കൊണ്ട് നമുക്കൊരു ചെറുതായിട്ട് തന്നെയാണ് പറ്റിയിട്ടുള്ളൂ. അപ്പം ഒരു കുറേ നാൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും പറയണ്ട, ഇതൊക്കെ നിസ്സാര സംഭവങ്ങളല്ലേ, ഇതൊന്നും പറയണ്ട എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങൾ, എന്നെ സംബന്ധിച്ച് എൻ്റേതായ സന്തോഷങ്ങളൊക്കെ പറയാനുള്ളൊരു സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, എനിക്ക് എന്തെങ്കിലും സംസാരിക്കണം, പറയണം, പിന്നെ ഒക്കെ നിങ്ങളാണ്. പിന്നെ ഇതെൻ്റെ ഒരു ജോബും കൂടിയാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തോളം ഞാനിങ്ങനെ പലതും പറയാറുണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ചെയ്യണ്ട, നമുക്ക് എല്ലാം തുറന്നു പറയാം, സംസാരിക്കാം, നമ്മുടെ ലൈഫിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, പരമാവധി നല്ല നല്ല കാര്യങ്ങൾ എത്തിക്കാം. പക്ഷെ ഇതൊരു നല്ല കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്താ പറയുക, നോക്കിയപ്പോൾ വീഡിയോസ് ഇടുന്നതിൽ കുറച്ച് നല്ല എനിക്ക് പറ്റാവുന്ന രീതിയിൽ, എന്നെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതും കൂടി നിങ്ങളോടൊക്കെ പറയാമെന്നങ്ങ് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ അപകടം പറ്റിയതാണ്. എങ്ങനെയാണെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിത് എപ്പോൾ പറ്റി, എങ്ങനെ പറ്റി, എന്താണെന്നൊന്നും എനിക്കൊരു വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മുടെ സുന്ദരി ഉണ്ടല്ലോ, സുന്ദരി ഒരു ദിവസം കാർ ഷെഡിൽ വൊമിറ്റ് ചെയ്തു. അത് സാധാരണ അങ്ങനെ കക്കിക്കാന്നല്ല പറയാ മൃഗങ്ങൾ. അപ്പം അങ്ങനെ എന്തോ സംഭവിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏട്ടൻ പോകുന്ന സമയത്താണ്, ഓഫീസിൽ പോകുന്ന സമയത്താണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ അതൊന്ന് വാഷ് ചെയ്ത് കളയണം, അതൊന്ന് വെള്ളമൊഴിച്ച് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ. അപ്പം നല്ല മഴയുള്ള ദിവസമാണ്. ഇപ്പോൾ അന്ന് അടുപ്പിച്ചടുപ്പിച്ച് നല്ല മഴയായിരുന്നു, രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് മഴയ്ക്ക് ഇത്തിരി ശമനമൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മഴയൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കുകയാണ്. കറക്കിടകം വരാൻ പോവാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നീറ്റാക്കി ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഓക്കെ, ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഞാൻ ചെയ്തോളാം, ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഏട്ടൻ പോയിക്കോളും, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അതിന് ചേട്ടൻ ഓഫീസിൽ പോയി. ഞാൻ അപ്പോൾ സുന്ദരി ആ സമയത്ത് പുറത്തെവിടെയോ പോയിക്കുകയാണ്, അവളെ കാണാനില്ല അവിടെ. അപ്പോൾ പുറത്തെവിടേക്കോ കറങ്ങാനായിട്ട് പോകും. അപ്പോൾ എൻ്റെ ശബ്ദം കേട്ടില്ല. അപ്പോൾ ഞാൻ കാലത്തെ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ അവൾ കണ്ടില്ല, അവൾ പുറത്തെവിടെയോ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, വേഗം അവൾ വരുമ്പോഴേക്കും ഞാനതങ്ങ് അടിച്ചങ്ങ് കഴുകുക. സിറ്റൗട്ട് അടിച്ചപ്പോൾ സർഫ് ഇട്ടിട്ടാണ് കഴുകുന്നത്. അപ്പോൾ സർഫിൽ സിറ്റൗട്ടും കർഷകരൊക്കെ സർഫിട്ട് കഴുകുമ്പോൾ ആ ഒരു നമുക്കറിയാലോ, ഒരു വളർത്തുമൃഗങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഉളുമ്പ് മണം വേണ്ട എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും സർഫ് ഇട്ടിട്ടാണ് വീട് കഴുകാറ്. അതായത് സിറ്റ് ഔട്ടും കർഷട്ടും മാത്രം വീടിനകത്ത് കെട്ടണം. അപ്പം അങ്ങനെ ഞാനതങ്ങ് കഴുകിക്കൊണ്ട് നിൽക്കാം. നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഉഷാറാണല്ലോ, എനിക്ക് മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അത് കഴിഞ്ഞ് കുളിക്കാം. അപ്പം അതിൻ്റെ ഒരു ഇതിൽ അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ചെരുപ്പിടാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്തിരി എന്താ പറയുക, തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു അസ്കിതകൾ ഉണ്ടാവുമല്ലോ. ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളും കൂടിയൊക്കെ ആണല്ലോ ഞാൻ. അപ്പോൾ അതിൻ്റേതായ ഒരു ആക്സിഡൻറ്റ്, 1-2 ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു അസ്കിതകളൊക്കെ ഈ മഴക്കാലത്ത് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അപ്പോഴേക്കും സുന്ദരി വന്നു. അപ്പോൾ സുന്ദരിക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഫുള്ള് എല്ലാം ഞാൻ നീറ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ അതാണ്, അതെല്ലാം നീറ്റായിട്ട് ഇങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കാല് ഞാൻ തുടച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തണ്ടലിന് ഭയങ്കര പിടുത്തം വന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കാല് തുടച്ചില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഹാളിൽ ബെഡിലങ്ങ് കിടന്നു. അപ്പം തലയുടെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നു, തണ്ടലിന് റെസ്റ്റ് കിട്ടാൻ വേണ്ടി കിടന്നു. അപ്പോൾ ഈ കാല് തുടച്ചിട്ടില്ല, ഞാൻ കാല് തുടച്ചിട്ടില്ല, വെള്ളത്തിലല്ല നിന്നിരുന്നത്. അപ്പോൾ കാല് തുടയ്ക്കാണെങ്കിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ അപ്പോഴും ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നേരെ ആ ക്ഷീണം മാറിയ ഉടനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാം, എന്നിട്ട് പോയി കുളിക്കാം. പക്ഷെ ഇനി വെള്ളത്തിൽ തൊട്ട് കളിക്കാന്നില്ല എന്ന് വെച്ചാൽ പാത്രം കഴുകലൊക്കെ വല്ലപ്പോഴാക്കാന്ന് വെച്ചിട്ട് ഞാൻ പാത്രം കഴുകാനായിട്ട് പോയി. അപ്പോഴും ഞാനൊന്നും ചെയ്തിട്ടില്ല. കാലൊന്നും അപ്പോഴേക്കും കാലിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങൾ നന്നായി കഴുകി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഹാളും കിച്ചണൊക്കെ ഒന്ന് തുടച്ചു. അപ്പം മഴയല്ലേ, പണിയെടുക്കാമല്ലോ, ഭയങ്കര സന്തോഷം. ഒരു ദൈവം സഹായിച്ചു ആ സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ചൊറുചൊറുക്കോട് കൂടി എന്നെ പണിയെടുക്കണം. അല്ലാതെ എനിക്ക് പണിയെടുക്കാൻ ഉണ്ടായിരുന്ന അസ്കിതകളൊന്നും പണിയെടുക്കണ്ടെന്നൊന്നും വിചാരിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോഴും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം അതൊക്കെ കഴിഞ്ഞു ഞാൻ പോയി കുളിച്ച് സാധാരണ കുളിച്ചൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. വീണ്ടും ഞാൻ കാലൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നില്ലെങ്കിൽ സോക്സ് എടുത്തിടാറുണ്ട് കാലത്ത്. ഈ തണുപ്പ് വരുമ്പോൾ ഞാൻ കുറച്ച് കിടക്കുന്ന സമയത്ത് സോക്സ് ഇടാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പുതപ്പിടും. ഇത് രണ്ടും ഇടാണ്ട് ഞാൻ സുഖമായിട്ട് വീണ്ടും ഹോളിൽ തന്നെയാണ് കിടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ പുറമടിയിന്മേ ഒരു വേദന അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാല് കഴയ്ക്കുന്നു, പുറമടിമേ വേദന, എൻ്റെ കാലിങ്ങനെ കഴയ്ക്കുക, വല്ലാത്ത കഴപ്പൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാലിങ്ങനെ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ, പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ പൊട്ടുന്നില്ല. ഇങ്ങനെ നഖം കഴയ്ക്കുക, എൻ്റെ നഖമാണ് കഴയ്ക്കുന്നത്, വിരലുകൾ. അപ്പോൾ എനിക്ക് പൊട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ പുറമടിമേ ഭയങ്കര പെയിൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റൊക്കെ ഒന്ന് ഒഴിഞ്ഞു അതൊക്കെ ആക്കി സെറ്റാക്കി ഇതൊന്നുമില്ല. അപ്പം ഞാൻ വീണ്ടും സോക്സ് ഇട്ടില്ല. അപ്പോഴും ഞാൻ സോക്സ് ഇടുന്നില്ല, ഒന്ന് ഒഴിഞ്ഞൊക്കെ റെഡിയാക്കി. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ 3 മണിക്കൂർ നടന്നിട്ടുണ്ട് അകത്ത് 3 മണിക്കൂർ നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പം നല്ലപോലെ നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു നടത്തം മാത്രമേ ഞാൻ എക്സസൈസായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം അതും നടന്നു വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പെയിൻ നടക്കുമ്പോഴൊന്നുമില്ല. പിന്നെ കിടന്നു കഴിഞ്ഞിട്ട് എണീറ്റിട്ട് പിന്നെ കാല് വയ്ക്കുമ്പോൾ ഒരു വേദന വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ വന്നപ്പോൾ എനിക്ക് വീണ്ടും ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനൊക്കെ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തൊക്കെ പോയി കഴിഞ്ഞു. നടക്കുമ്പോൾ വേറൊരു ചെരുപ്പ്, പുറത്ത് പോകുന്ന എൻ്റെ ചെരുപ്പ് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചു. ആ ചെരുപ്പിട്ട് നടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അപ്പോഴും നമുക്ക് നടക്കാൻ പറ്റാത്ത വേദനയോ സഹിക്കാൻ പറ്റാത്ത വേദനയോ അങ്ങനെയൊന്നുമില്ല. ഒരു കാലും ഒരു കഴപ്പ് പെട്ടെന്ന് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു, അപ്പോൾ സുന്ദരി ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ സുന്ദരി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയിക്കോളൂ, അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നീ ഒരു സഞ്ചി തന്നിട്ട് പറഞ്ഞു, നീ ഇത് നീ അകത്തി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഡോർ തുറന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിതിങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ കാല് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വീഴാൻ പോയി, അതായത് വലത്തോട്ട് വീഴാനായിട്ട് പോയി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ തന്നപ്പോൾ അത് പിടിക്കാൻ ഇങ്ങനെ വീഴാം. അപ്പോൾ ഞാൻ അയ്യോ ഇതെന്തോ എനിക്ക് തല കറങ്ങണ്ടല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്, തല കറക്കം പോലെ ചിലപ്പോൾ അങ്ങനെ വരാം. അപ്പോൾ ഞാൻ വീഴാൻ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെരുപ്പ് സ്ലിപ്പായതെന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ചേട്ടനെ പിടിക്കാനായിട്ട് പോയ പിന്നെ കുഴപ്പമില്ല, ഞാൻ കയറിപ്പോന്നു. അത് കഴിഞ്ഞ് അത് വെച്ചു ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ചേട്ടാ. അപ്പം ഞാൻ ചേട്ടൻ എനിക്ക് ഇവിടെ ഇങ്ങനെ കാലുമ വേനുണ്ടല്ലോ, എൻ്റെ കാലുമ വേനുണ്ടല്ലോ എന്ന് ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട്. അപ്പം ചേട്ടൻ എപ്പോഴും ഓരോരോ പ്രശ്നം കംപ്ലൈൻറ്റ് കേളുക എന്നുള്ളതിലാണ് ചേട്ടൻ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ നോക്കിയപ്പോൾ നീര് വെച്ചിരിക്കണു. അപ്പം നീര് വരുന്നുണ്ട്. പിന്നെ എന്നെ കൊല്ലുന്ന വേദനയായി ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാന്ന് വിളിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. കാലിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഭയങ്കര പെയിൻ വെച്ചാൽ അങ്ങനത്തെ പെയിൻ എൻ്റെ കൈയിൻ്റെ അവിടെയും എൻ്റെ നടുവിനൊക്കെ വന്നപ്പോൾ എനിക്ക് അനുഭവിച്ച പെയിൻ. അപ്പം എൻ്റെ എല്ല് പൊട്ടിന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കണത്. ഞാൻ വിചാരിച്ചു പോയി പണി കിട്ടി, അയ്യോ ഇത്ര ഒരു കുഴപ്പമില്ലാണ്ട് നടന്നിരുന്ന എന്നെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെയാണിത് വന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കലായി. പിന്നെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആയി. അപ്പോൾ ചേട്ടൻ ഫിസിഷ്യനാണല്ലോ,
ആളുടെ ഇതിൽ ഇങ്ങനെ വേഗം കെട്ടി, നീ ഒരു കാല് റെസ്റ്റ് ചെയ്യുന്നത് എന്നോട് ഇടത് കാല് കുത്തിയിട്ട് ചേട്ടൻ എന്നെ ഈ തോളിൽ പിടിച്ച് ഇങ്ങനെ ചേട്ടൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ട് ഞാൻ എന്നോട് നടക്കാൻ പറ്റും. എനിക്ക് ഇടത് കാല് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഇടത് കാല് പൊക്കി നടക്കാൻ പറ്റണ്ട എനിക്ക്, അത് പൊക്കാൻ പറ്റുന്നില്ല എനിക്ക് നടക്കാൻ പറ്റണില്ല. ഞാൻ ഭയങ്കര വെയിറ്റായി, എനിക്ക് തീരെ പറ്റണില്ല. അപ്പൊ എനിക്ക് മൂത്രമൊഴിക്കാൻ പോണ്ടേ, മൂത്രമൊഴിക്കാൻ ഇരിക്കാൻ അതായത് കാല് പൊക്കി വെക്കാൻ പറ്റുന്നില്ല, ഇടത് കാല് വെക്കാൻ പറ്റുന്നില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ 2 സാധനങ്ങളുണ്ടോ അതിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് തീരെ പറ്റാതെ ആകും എന്നുള്ളത്. ഞാനെന്ന് വെച്ചാൽ എൻ്റെ വലത് കൈ ഒടിഞ്ഞ സമയത്ത് ഇതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയി ഇപ്പോൾ വലത് കാലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ വലത് കൈയാണ് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടത് കൈ വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഇടത് കൈ ഭയങ്കര പ്രാക്ടീസായി. പക്ഷെ ഇടത് കാല് വെച്ചിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലാന്ന് ഞാൻ കാലില്ലാത്തവരെയൊക്കെ ആലോചിച്ച് കരച്ചിലാണ്, ഗംഭീര കരച്ചിൽ. എങ്ങനെയോ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ തലേദിവസത്തെ വേദന അങ്ങനെ ഒന്നുണ്ട്, കുറച്ച് ഇതുപോലെ തന്നെ കെട്ടി വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ചേട്ടൻ തന്നെ അത് കെട്ടി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഇതാക്കൂലോ, അവിടെ കെടുത്തിയാലോ എന്നുള്ള എക്സ്റേ എടുക്കണത്. പിന്നെ ഇപ്പം മാറി, ഇപ്പൊക്കെ അതൊക്കെ കാലുമത്തേക്ക് മാറി, വേദന കുറച്ച് കുറവുണ്ട്. ഇന്നലെ വിരലൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കെട്ടി വെച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് നഴിച്ചത്. ഇപ്പോൾ അത് കെട്ടി വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇന്നൊന്ന് അഴിച്ച് ഇതൊക്കെ ചേട്ടൻ പറഞ്ഞു 2-3 ദിവസം കെട്ടി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും, ഒരു കുഴപ്പമില്ല. അത് ശരിയാണ്, കെട്ടലുകൊണ്ടാണ്, ആ ഒരു കെട്ടിലാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു എന്താ പറയുക, കണ്ണിൽ കൊള്ളുന്നത് പുരികത്തെ കൊണ്ടുപോയ പോലെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് നമുക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാത്ത കാരണം നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെ വെച്ച കാല് നീര് വെച്ചു, ചെല്ല് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിരുന്നു. അല്ലെങ്കിൽ ഞരമ്പ് പിണഞ്ഞ് നീര് വരാനും സാധ്യതയുണ്ട്. എന്തായാലും എൻ്റെ ജീവൻ പോണോ എണ്ണയായിരുന്നു, അത് മാത്രമേ എനിക്കറിയാം. പിന്നെ നമുക്ക് ഈ ചിരി എന്നുള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അന്ന് ആക്സിഡന്റ് പറ്റിയ സമയത്തും ഞാൻ ആക്സിഡന്റ് പറ്റിയിട്ട് വരുമ്പോഴും ഇങ്ങനെ ഇരുന്ന് ചിരിക്കണം. എന്നിട്ട് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്, പക്ഷെ ഇരുന്ന് ചിരിക്കരുത്. കാരണം എന്നാ എന്നൊക്കെ പറഞ്ഞിട്ടല്ല അവര് നോക്കി ചിരിക്കുന്ന. ഇപ്പോഴും എനിക്കിങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിരിയാണ് വരും, ആരെ കണ്ടാലും ചിരിയായി വരും. അങ്ങനെ ഞാൻ എപ്പോഴും ഇരുന്ന് ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നു, എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു ഫ്രണ്ട്, എൻ്റെ ഒപ്പം പഠിച്ചത്. ഫ്രണ്ടൊന്നുമല്ല, എൻ്റെ ഒപ്പം പഠിച്ചൊരു ഫ്രണ്ട്സ് ഒന്നല്ലായിരുന്നു. അപ്പോൾ പക്ഷെ അവൾ എന്നെ കൊച്ചു ഒരുമിച്ച് ജനിച്ചു വളർന്നവരാണല്ലോ. അപ്പോൾ അവൾ എന്നെ കാണാൻ വന്നിട്ട് ഭയങ്കര ചിരിയായിരുന്നു. അവളെ ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ചിരിയല്ല, എൻ്റെ ജീവൻ, എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുക, ഞാൻ അങ്ങനെ ഇരിക്കുക, കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക, ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അവളിങ്ങനെ കയറി അതാണ് എനിക്ക് ആ ചിരി. പക്ഷെ അത് നല്ലതാണ്, ഞാൻ കണ്ടിരിക്കി. അവള് ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അവളെന്നെ എപ്പോഴും ചിരിക്കുന്ന കാരണം ആയിരിക്കാം. അല്ല, അതിപ്പോൾ പറയേണ്ട ആവശ്യപ്പെടേണ്ട എന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ അതൊന്നും അങ്ങനെ ആവട്ടെ കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അജിന്തി ഫാമിലിയുടെ സൈഡിങ് ഓഫ് ടാറ്റ, ബൈ ബൈ. കാല് വയ്യാതെ ഇരിക്കുകയാണ്.